റോസമ്മയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പമ്പ് ജംഗ്ഷനിൽ വെച്ച് വലത്തോട്ട് തിരിഞ്ഞു. കടയിരുപ്പാണ് ലക്ഷ്യം. സമയം 10:05. നെറ്റിൽ നോക്കിയാൽ തണുത്ത ഭക്ഷണ നിർമ്മാതാവ് എന്നാണ് കാണുന്നത്. ഒന്നും ലോക്കൽ വിതരണത്തിനുള്ളതല്ല, എല്ലാം എക്സ്പോർട്ട് ആണെന്ന് തോന്നുന്നു. നല്ല ഒരു ഇറക്കമാണ് കേട്ടോ. ഇത് ചെന്ന് നിൽക്കുന്നത് കടയിരിപ്പ് റോഡിലാണ്. പമ്പ് ജംഗ്ഷനിൽ നിന്നും കടയിരിപ്പ് റോഡ് വരെ 1.5 കിലോമീറ്റർ ആണ് ദൂരം. നല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അത് വീട്ടിലേ പറ്റത്തുള്ളൂ, ശരിയല്ലേ? റെസ്റ്റോറന്റുകളിൽ ആകപ്പാടെ ഒരു തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ സീറ്റ് ഒഴിയാൻ വേണ്ടി കാത്തിരിക്കേണ്ടിയും വന്നേക്കാം. ഇക്കാരണത്താൽ ഭക്ഷണം വീട്ടിൽ വരുത്തി കഴിക്കാൻ താല്പര്യപ്പെടുന്നവർ ഏറെയുണ്ട് എന്ന് തോന്നുന്നു. ആപ്പ് വഴി ഭക്ഷണം ഓർഡർ ചെയ്യുന്ന പരിപാടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും പരസ്പരം റേറ്റിംഗ് ചെയ്യും. ഹോട്ടലുകാര് ഡെലിവറി ഗേഴ്സിനെ, ഡെലിവറി ഗേഴ്സ് തിരിച്ച് ഹോട്ടലുകാരെ, കസ്റ്റമർ ഡെലിവറി ഗേഴ്സിനെ, അവർ തിരിച്ച് കസ്റ്റമർ. ഇങ്ങനെ പരസ്പരം റേറ്റിംഗ് ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ ഭക്ഷണത്തിന്റെയും ഇടപെടലിന്റെയും നിലവാരം സൂക്ഷിക്കാൻ പറ്റും എന്നാണ് സങ്കല്പം. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷെ ഈ സംസാരിക്കുന്നയാൾ ഹോട്ടലുകാർക്കും കസ്റ്റമേഴ്സിനും 99% നല്ല റേറ്റിംഗ് കൊടുക്കാറുണ്ട്. ആ സ്ഥിതിക്ക് എപ്പോഴെങ്കിലും മോശം റേറ്റിംഗ് കൊടുത്താൽ അത് ഗൗരവമായി എടുക്കപ്പെടും എന്ന് മറ്റൊരു സങ്കല്പം.
ഇറ്റെക്സ് കമ്പനിയിലെ സൂപ്പർവൈസേഴ്സ് താമസിക്കുന്ന സ്ഥലമാണ് ഇത്. അതെ, കസ്റ്റമർ ഹാപ്പിയാണ്. സമയം 10:15. കോലഞ്ചേരിയിലേക്ക് മടങ്ങാൻ തുടങ്ങുമ്പോൾ വരുന്നു അടുത്ത ഓർഡർ. ബീവിയുടെ അടുക്കളയിൽ നിന്നാണ് ഓർഡർ. ഓ മൈ ഗോഡ്, പഴയ ചില വള്ളിക്കെട്ട് ഡെലിവറികൾ മനസ്സിലേക്ക് വരികയാണ്. എന്തായാലും പോയേ പറ്റത്തുള്ളൂ. റിജക്ട് ചെയ്താൽ പെട്രോൾ അലവൻസ് കാലി. കോലഞ്ചേരി പട്ടിമറ്റം റോഡിൽ ഈ ഭാഗം വളരെ ദൂരം നേർരേഖയിൽ കിടക്കുന്ന ഒന്നാണ്. അതിന്റെ രാത്രി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? അഗാപ്പെ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം അറിയാമോ? സ്നേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ് അഗാപ്പെ. സ്വാർത്ഥതയില്ലാത്ത, ഉപാധികളില്ലാത്ത നിരുപമ സ്നേഹം. ഭൂമിയിൽ അതുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? ഒരു ചത്ത പട്ടി പോലും ഇല്ലാത്ത റോഡ് വെച്ചനത്താം. എത്ര അനത്തിയാലും 50-ന് മുകളിൽ പോകുന്ന കാര്യം കഷ്ടിയാണ്. ബജാജ് CT 110 ആണ് യന്ത്രം. മൈലേജും വേണം, പവറും വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ബീവിയുടെ അടുക്കളയിലേക്ക് ഓടിച്ചു കയറ്റുന്നു. സമയം 10:30. നെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എത്തിയ കാര്യം ആപ്പിനെ അറിയിക്കാൻ പറ്റുന്നില്ല. ഫോൺ ഓഫാക്കി, ഓണാക്കി, നോ സ്കോപ്പ്. എന്തായാലും ബീവിയുടെ പുരുഷൻ സഹായിച്ചു കേട്ടോ. വൈഫൈ പാസ്വേഡ് പറഞ്ഞു തന്നു. അതുകൊണ്ട്
ഇവിടെ എത്തിയ കാര്യവും പാഴ്സൽ വാങ്ങിയ കാര്യവും ഒക്കെ ആപ്പിനെ അറിയിക്കാൻ പറ്റി. ഡെലിവറി പൂക്കാട്ടുപടിയിലുള്ള ഒരു ഫ്ലാറ്റിലേക്കാണ്. ആ യാത്ര അടുത്ത എപ്പിസോഡ്. ഓക്കെ.